ബാധ ഒഴിപ്പിക്കലിന്റെയും ഇരുണ്ട ആഭിചാര ക്രിയകളുടെയും മറവിൽ സ്വന്തം വീട്ടിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി ക്രൂരമായ വേട്ടയാടലിനിരയാകാൻ ശ്രമിച്ച വാർത്ത കേവലം ഒരു തദ്ദേശീയ കുറ്റകൃത്യമല്ല, മറിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് നേരെ ഉയരുന്ന കരിനിഴലാണ്. BJP കൊല്ലം ഈസ്റ്റ് മുൻ ജില്ലാ കമ്മിറ്റി അംഗവും പോരുവഴി പഞ്ചായത്ത് മുൻ സമിതി പ്രസിഡന്റുമായ കൊല്ലം ശൂരനാട് സ്വദേശി രഞ്ജു തങ്കപ്പൻ എന്ന 50-കാരനെ അടൂർ പോലീസ് അതിവേഗം വിലങ്ങുവെച്ച് ജയിലിലാക്കുമ്പോൾ തകരുന്നത് ഒട്ടനവധി വിശ്വാസ കോട്ടകളാണ്. കുടുംബ പ്രശ്നങ്ങളിൽ ഉഴലുന്ന സാധാരണക്കാരുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്ത് ദൈവത്തിന്റെയും പൂജകളുടെയും പേര് പറഞ്ഞ് അടൂരിലെ ആ വീട്ടിലേക്ക് ഇയാൾ കയറിപ്പറ്റിയപ്പോൾ ആരും കരുതിയില്ല ഒപ്പം ഇറങ്ങുന്നത് ഒരു കൊടും ചതിയനാണെന്ന്. പ്രതി അവലംബിച്ച കുറ്റകൃത്യത്തിന്റെ മോഡസ് ഓപ്പറാണ്ടി കേൾക്കുമ്പോൾ ഏതൊരു കുടുംബത്തിന്റെയും നെഞ്ചിടിപ്പ് വർദ്ധിക്കും. കുടുംബ വഴക്കുകൾ പരിഹരിക്കാനുള്ള പ്രത്യേക പൂജയെന്ന് വിശ്വസിപ്പിച്ച് വീടിനകത്ത് ആധിപത്യം സ്ഥാപിച്ച ഇയാൾ ക്രൂരമായ ഒരു കെണിയാണ് അവിടെ ഒരുക്കിയത്. കർമ്മങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മാത്രം മുറിയിൽ നിർത്തി മാതാപിതാക്കളെയും മറ്റു വീട്ടുകാരെയും നിർബന്ധപൂർവ്വം മുറിക്ക് പുറത്താക്കി അകറ്റി നിർത്തി. ചിന്തിച്ചു നോക്കൂ, മാതാപിതാക്കൾ തൊട്ടപ്പുറത്ത് നിൽക്കുമ്പോൾ അടച്ചിട്ട ആ മുറിക്കുള്ളിൽ യാതൊരു ഭയവും ഇല്ലാതെയാണ് ഇയാൾ ആ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ തുനിഞ്ഞത്. വർഷങ്ങളായി കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്ന ഇയാൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രഹസ്യമായി ആഭിചാര ക്രിയകൾ ചെയ്തു വരികയായിരുന്നു എന്ന കണ്ടെത്തൽ ഈ ഭീതിയുടെ ആഴം കൂട്ടുന്നു. ഇത്തരത്തിൽ എത്രയോ വീടുകളിൽ ഇയാൾ ഇതിനകം പൂജകളുടെ പേരിൽ കയറി ഇറങ്ങിയിട്ടുണ്ടാകും. ഈ സംഭവം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ഭയപ്പെടുത്തുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. മാനസികമായ തകർച്ച നേരിടുന്ന സമയങ്ങളിൽ യുക്തി മറന്ന് ഇത്തരം കപട സിദ്ധന്മാരെ വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നവർ വലിയൊരു അപകടത്തെയാണ് വില കൊടുത്തു വാങ്ങുന്നത്. നമ്മുടെ കുട്ടികളുടെ സുരക്ഷയും വീടുകളുടെ സ്വകാര്യതയും അന്ധമായ വിശ്വാസങ്ങളുടെ പേരിൽ ഇത്തരം അപരിചിതർക്ക് മുന്നിൽ തുറന്നിട്ട് കൊടുത്താൽ അടുത്തൊരു ദുരന്തം നിങ്ങളുടെ വീട്ടുപടിക്കലും സംഭവിച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് അടൂർ സംഭവം നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ ഇരയായ പെൺകുട്ടി കാണിച്ച അസാധാരണമായ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇയാൾ ഇന്ന് അഴിക്കുള്ളിലായത്. ഭയന്നുപോയ കുട്ടി ഒട്ടും സമയം കളയാതെ വിവരങ്ങൾ വീട്ടുകാരോട് തുറന്നു പറയുകയും ഇവർ ഉടനടി പോലീസിനെ സമീപിക്കുകയും ആയിരുന്നു. അടൂർ SHO അജയന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത് കർശനമായ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും ഇയാൾ ഇത്തരത്തിൽ വേറെയും കുട്ടികളെ ഇരയാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് അതീവ ഗൗരവത്തോടെ അന്വേഷിച്ചു വരികയാണ്. അന്ധവിശ്വാസങ്ങളുടെയും വ്യാജ കർമ്മങ്ങളുടെയും മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഇത്തരം ക്രിമിനൽ രൂപങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അടിയന്തര ആവശ്യമാണ്. നിങ്ങളുടെ ചുറ്റുവട്ടത്തും ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ജാഗ്രത പാലിക്കണം. ഈ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യവും സുരക്ഷാ മുന്നറിയിപ്പും പരമാവധി ആളുകളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. ജാഗ്രതയുള്ള ഒരു സമൂഹത്തിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.